ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. ജലനിധിയിൽ ക്രമക്കേടും അഴിമതിയും ആരോപിച്ചാണ് ധർണ നടത്തിയത്. ബി.ജെ.പി. പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബി.ജെ.പി. ചവറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. ജലനിധിയിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും ആരോപിച്ചായിരുന്നു ധർണ. ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണവർഗവും രാഷ്ട്രീയ വർഗവുമായിട്ടുള്ള യു.ഡി.എഫിനോട്, ഈ സംസ്ഥാനം ഭരിക്കുന്ന യു.ഡി.എഫ് സർക്കാരിനോട് ബി.ജെ.പിയുടെ ഒരു പ്രതി എന്നുള്ളതിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കൊള്ളയ്ക്കെതിരെ, ഈ ചവറ പഞ്ചായത്തിൽ നടന്ന 13.5 കോടി രൂപയുടെ അഴിമതിക്കെതിരെ, ഈ ചവറ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുവാൻ അതിനു വേണ്ടുന്ന ഏജൻസികൾ അതിന് തയ്യാറാകാത്ത പക്ഷം ഈ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറോ. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗേറ്റ് പൂട്ടി പോലീസ് കാവലിൽ ഞങ്ങളെ തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഇത് സുതാര്യമായിട്ടല്ല നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഗേറ്റും ഈ പോലീസ് കാവലൊന്നും ഞങ്ങൾ മഴവെക്കില്ല. അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇതിനെതിരെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി, ചവറയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാകും മാത്രമെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഇത് വളരെ കൃത്യമായ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ ഓഡിറ്റിംഗ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ചവറ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് ശ്രീകുമാർ ദീർഘ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് ഒ ബിനു സ്വാഗതം പറഞ്ഞു. കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വി.എസ്. ജിതിൻ ദേവ് മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഈ ചവറ പഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ബഹുമാന്യായ ജില്ലാധ്യക്ഷനും മറ്റു പ്രാസംഗികരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 2006 ആരംഭിച്ച സൗജന്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ദൗത്യമായി ആരംഭിച്ച ജലനിധി എന്ന് പറയുന്ന പദ്ധതിയിലെ അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിൽ എത്ര പേർക്ക് കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര രൂപയാണ് CSR ഫണ്ടിനത്തിൽ ഈ പദ്ധതിക്ക് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേരാണ് ഈ പദ്ധതി പ്രകാരം ഓരോ ബോർവെല്ലിൽ നിന്നും ഗുണഭോക്താക്കളായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേർ എത്ര രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. എത്ര പേരാണ് ഗുണഭോക്തൃവിധം കൈമാറിക്കൊണ്ട് പദ്ധതിയിൽ അംഗമായി, എത്ര പേരെയാണ് നിങ്ങളുടെ സ്വന്തക്കാരും ഇഷ്ടക്കാരും അനുഭാവികളുമായവരുടെ തിരികെ കയറ്റിയത് എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായി ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തോ ഒരു ബില്ല് കുടിശ്ശിക കൂട്ടി എല്ലാ മാസവും 2 മാസവും ഒക്കെ കൂടിയിരുന്ന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സംസ്ഥാന കൌൺസിൽ അംഗം ഭരണിക്കാവ് രാജൻ, ചവറ മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ അയോധ്യ, ജില്ലാ കമ്മിറ്റി അംഗം MS ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി അഞ്ജന സുരേഷ്, വിഷ്ണു പുത്തൻകാവ്, ഗോപകുമാർ, സതീഷ് തമ്പാൻ, സൗമ്യ, അമൃതാലയം സുരേഷ്, ചവറ രവി, നിശാന്ത്, മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.